പ്രിയ പ്രേക്ഷകർക്ക് ലാസ്യ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന നക്ഷത്രങ്ങളും രാശികളും എന്ന ജ്യോതിഷ പരമ്പരയിലേക്ക് ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് സന്തോഷ് ശാന്തി. ഞാൻ ക്ഷേത്രകാര്യങ്ങളും പൂജാതി കാര്യങ്ങളും വാസ്തു സംബന്ധമായ കാര്യങ്ങളും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് വരുന്ന പരിഹാരക്രിയകളും ചെയ്തു കൊടുക്കുന്ന ഒരു ക്ഷേത്രശാന്തിയാണ്. ക്ഷേത്രം മേൽശാന്തിയായിട്ട് ജോലി ചെയ്യുന്നു. നമ്മൾ ഈ പരമ്പരയിലൂടെ 12 രാശികളെക്കുറിച്ചും അതിൽ ഉൾക്കൊള്ളുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ഫലങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗണപതയേ നമഃ. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നക്ഷത്രവും രാശിയും എന്ന പരമ്പരയില് 27 നക്ഷത്രങ്ങളും 12 രാശികളും തമ്മിൽ ആ ബന്ധത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ രാശിയെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും ആ നക്ഷത്രങ്ങൾ സംബന്ധിച്ചുള്ള ദോഷങ്ങളും രാശികൾ സംബന്ധിച്ചുള്ള ദോഷങ്ങളെ കുറിച്ചുമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. ആദ്യം മേടൻ രാശി. രാശിപ്രമാണത്തിൽ ആദ്യത്തെ രാശിയാണ് മേടൻ രാശി. 2.25 നക്ഷത്രം അടങ്ങുന്ന രാശിയാണ് മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം അടങ്ങുന്ന മേടൻ രാശി. മേടൻ രാശി ആടുപോലെയാണെന്നാണ് പറയുന്നത്. മേടൻ രാശിക്കാർക്ക് ജന്മത്തിൽ ആദിത്യനും 2ാം ഭാവാധിപത്യം വഹിച്ച് ഇടവൻ രാശിയിൽ വ്യാഴവും 4ാം ഭാവാധിപത്യം വഹിച്ച് നീചനായിട്ട് ചൊവ്വയും 5ാം ഭാവാധിപൻ ആദിത്യൻ ജന്മത്തിൽ നിൽക്കുകയും 6ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന കേതു 6ൽ കന്നിരാശിയിൽ കേതു നിൽക്കുന്നു. 7ാം ഭാവാധിപൻ ശുക്രൻ. ആ ശുക്രൻ 12ാം ഭാവാധിപത്യം വഹിച്ച് മീനൻ രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു. അഷ്ടമാധിപത്യം വഹിച്ച് നിൽക്കുന്ന ചൊവ്വ 4ാം ഭാവാധിപത്യം വഹിച്ചും ജന്മാധിപനുമായ ചൊവ്വ 4ാം ഭാവാധിപത്യം വഹിച്ച് നീചനായിട്ട് നിൽക്കുന്നു. 9ാം ഭാവാധിപത്യം വഹിച്ച് വ്യാഴം 2ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്നു. 12ാം ഭാവാധിപനും കൂടിയാണ് വ്യാഴം. ആ 12ാം ഭാവാധിപനും ഭാഗ്യസ്ഥാനാധിപനും വ്യയസ്ഥാനാധിപനുമായ വ്യാഴം 2ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുകയാണ്. അപ്പൊ ധനം വരികയും ചെയ്യും, അതുപോലെ തന്നെ ചെലവാകുകയും ചെയ്യും. നമുക്ക് സ്വരൂപിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ധനം വരും, പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ചെലവുകൾ വരും. 3ാം ഭാവാധിപൻ സഹോദരസ്ഥാനമാണ് മൂന്നെന്ന് പറയുന്നത്. അപ്പൊ 3ാം രാശി എന്ന് പറയുന്നത് മിഥുനൻ രാശി പതന രാശിയാണെന്ന് കൂടിയാണ്. അർത്ഥനാരീശ്വര സങ്കല്പത്തിലുള്ള രാശിയാണ്. ഗതയും വീണയും കൈലേന്തി നിൽക്കും നരനാരികൾ തൻ രൂപം എന്നാ പറയണം. അപ്പൊ ആ രാശി ബുധന്റെ രാശിയാണ്. ബുധൻ എഴുത്ത്, ഗണിതം, വാക്ക്, കളി, കൗശലങ്ങൾ, ബന്ധുക്കൾ, അമ്മാവൻ, തൊർക്കും, പക്ഷികളും ബുധൻ. അപ്പൊ ബുധനെ കൊണ്ട് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആ ബുധൻ 12ാം ഭാവാധിപത്യം വെച്ച് നീചനായിട്ട് നിൽക്കുകയാണ്. അത് 6ാം ഭാവാധിപനും കൂടിയാണ്. മേടൻ രാശിക്കാർക്ക് 6ാം ഭാവ രോഗദുരിത സ്ഥാനാധിപനും കൂടിയാണ്. അപ്പൊ ആ ഭാവത്തിൽ കേതു നിൽക്കുന്നു. അപ്പൊ ആ രാശിക്കെന്ന് പറയുമ്പോൾ 3 സ്വഭാവമാണ്. ഉച്ചരാശിയാണ്, നീചരാശിയാണ്, സ്വക്ഷേത്രമാണ്. അങ്ങനെ 3 സ്വഭാവമുള്ള രാശിയാണ്. നെൽക്കതിർ ദീപവും കയ്യിലേന്തി തോണിയിൽ ഉൾപ്പൊക്കും കന്യ. ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിന് ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. 4 കർക്കിടകൻ രാശിക്ക് സർപ്പനും കൂടി പ്രാധാന്യമുള്ള രാശിയാണ്. മാതാസൂർ മാതുലയ ഭാഗ്യനയോ ക്ഷേത്രം വാഹനം സുഖം ആസനഞ്ച അമ്പശയനം ജന്മഗൃഹഞ്ച തീർത്താൻ. അപ്പൊ 4ാം ഭാവാധിപനായിട്ട് നിൽക്കുന്ന നീചനായ ചൊവ്വയാണ്. അപ്പൊ ആ രാശി എന്ന് പറയുമ്പോൾ രാശിയുടെ അധിപൻ എന്ന് പറയുമ്പോൾ ഞണ്ടാണ്. ഞണ്ടും ചന്ദ്രനാണ് അതിന്റെ അധിപൻ. ആ ചന്ദ്രൻ 12ാം ഭാവാധിപൻ 6-8-12 നിൽക്കുന്ന ചന്ദ്രൻ അത്ര ഗുണം തരൂല. 5ാം ഭാവാധിപനായ ആദിത്യനാണ് ജന്മത്തിൽ നിൽക്കുന്നത്. അത് സന്താനങ്ങളാണ്, പ്രജ്ഞയാണ്, പ്രതിഭ, പൂർവ്വപുണ്യം, മനസ്സും ബുദ്ധിയും ജ്ഞാനവും. അപ്പൊ 5ാം ഭാവാധിപനായ ആദിത്യൻ ജന്മത്തിൽ നിൽക്കുകയാണ്. ജന്മത്തിൽ നിൽക്കുമ്പോൾ ഇച്ചിരി കണ്ണിനൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാം.
സന്താനങ്ങളെ കുറിച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരും. 6ാം ഭാവത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. 7ാം ഭാവാധിപനായിട്ട് നിൽക്കുന്ന തുലാൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ആ ശുക്രൻ പോയി നിൽക്കുന്നത് 12ാം ഭാവാധിപത്യം വെച്ച് ഉച്ചനായിട്ട് മീനൻ രാശിയിൽ നിൽക്കുന്നു. 12ൽ നിൽക്കുന്ന ശുക്രൻ ഗുണങ്ങൾ കൂടുതൽ തരുമെന്നാണ് പറയണം. പിന്നെ വേറൊരു കളത്ര സ്വഭാവം, കളത്രത്തിന്റെ ആളും കൂടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെറിയ ഇണക്കവണക്കങ്ങൾ കുടുംബ സംബന്ധമായിട്ടുണ്ടാവാനുള്ള, ഭാര്യഭർത്ത് പിണക്കങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവാം. 8ാധിപത്യം വഹിച്ച് നിൽക്കുന്ന ചൊവ്വയാണ്, അത് ജന്മാധിപനും കൂടിയാണ്. ആ ചൊവ്വ പോയി നീചനായിട്ട് കർക്കിടകൻ രാശിയിൽ നിൽക്കുക. അപ്പൊ ഹൃദയ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ നെഞ്ചിടിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ടാവും. ജലജന്യ രോഗങ്ങൾ ഉണ്ടാവാം, ദേഷ്യ സ്വഭാവം ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാവും. 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായ വ്യാഴം, ആ വ്യാഴം പോയി 2ാം ഭാവാധിപത്യം വഹിച്ചാൽ നിൽക്കുക. അപ്പൊ വ്യയസ്ഥാനാധിപനുമാണ്, ഭാഗ്യസ്ഥാനാധിപനുമാണ്. അപ്പൊ ആ വ്യാഴം 2ാം ഭാവാധിപത്യം വെച്ച് അപ്പൊ ധനം വരികയും ചെയ്യും, അതുപോലെ തന്നെ ചിലവാകുകയും ചെയ്യും. കർമ്മസ്ഥാനാധിപനായിട്ട് വരുന്നത് ശനി, 10ാം ഭാവത്തിന്റെ അധിപൻ എന്ന് പറയുമ്പോൾ ശനിയാ. 10ന്റെയും 11ന്റെയും ആധിപത്യം ശനിക്കുണ്ട്. ആ ശനി 10ാം ഭാവ കർമ്മസ്ഥാനമാണ്. 10ാം ഭാവം കർമ്മസ്ഥാനമാകുമ്പോൾ ചെറിയ മങ്ങലും കാര്യങ്ങളൊക്കെ തൊഴിൽ സംബന്ധമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. 11ാം ഭാവം ലാഭസ്ഥാനാധിപനും കൂടിയാണ് ശനി. ആ ലാഭസ്ഥാനാധിപനായ ശനി അപ്പൊ വെറുംകുടം തോളിലേന്തുന്നവരൻ. ആ രാശിയുടെ ഇതെന്ന് പറയുമ്പോൾ വെറുംകുടം തോളിലേത് അന്വേഷിച്ചു പോകുന്ന രാശിയാണ്. അല്ല, ആ രാശിയുടെ 10ന്റെയും 11ന്റെയും ആധിപത്യമുള്ള ശനി പോയി നിൽക്കുന്നത് 12ാം ഭാവാധിപത്യം വെച്ച് മീനൻ രാശിയിലാണ്. അപ്പൊ മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി അത്ര വലിയ ദോഷം ചെയ്യില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഇതിൽ അവിടെ തന്നെ സർപ്പനും ഉണ്ട്. അപ്പൊ ശനിക്കും സർപ്പനും ഏകദേശം ഒരുപോലെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ അവിടെ തന്നെ സർപ്പം നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു, ശനി നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു, ചന്ദ്രനും ഉണ്ട് അവിടെ തന്നെ. അപ്പൊ ഇത്രയും ഗ്രഹങ്ങൾ അവിടെ നിൽപ്പുണ്ട്. 12ാം ഭാവാധിപത്യം വഹിച്ചാൽ നിൽക്കണം. 12ാം അത് വ്യയസ്ഥാനം കൂടിയാണ്. പാപവും നരകത്തിൽ കിടപ്പതും അതൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള വ്യയസ്ഥാനം കൂടിയാണ്. അപ്പൊ ആ സ്ഥാനത്തിന് ഇത് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ നല്ലോണമൊക്കെ പ്രാർത്ഥിക്കുക. പിന്നെ മേടൻ രാശിയുടെ അധിപൻ എന്ന് പറയുമ്പോൾ ആടാണ്. ആടിന്റെ നമുക്ക് കാര്യങ്ങൾ അറിയാല്ല, എല്ലാം കുറേശ്ശെ തിന്നുന്ന ഒരു ജീവിയാണ് ആട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകൾ നമുക്കും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി, പിന്നെ ആ ശനിയുടെ ആദിത്യനം എന്നുള്ള രീതിയിൽ ശിവസങ്കല്പത്തിൽ വഴിപാട് ചെയ്യുക. 7ാം ശനി എന്നുള്ള രീതിയിൽ ശാസ്താവിനി വഴിപാട്. 7.5 വർഷക്കാലമാണ് വന്നത്. ഇപ്പൊ കഴിഞ്ഞ 29ാം തീയതി തൊട്ടാണ്, കഴിഞ്ഞ മാസം 29ാം തീയതി തൊട്ടാണ് ശനി മാറിയത്. ആ ശനി ഇപ്പൊ ഇനി 7.5 വർഷക്കാലമാണ് വരുന്നത്. അപ്പൊ പതുക്കെ നമ്മുടെ ദോഷങ്ങൾ ഇങ്ങനെ 7.5 വർഷം കൊണ്ട് നമ്മൾ ചെയ്ത് തീർക്കണമെന്നാണ് അതിന്റെ ദോഷങ്ങൾ. അപ്പൊ ആ ശനിക്ക് ശാസ്താവിന് നീരാഞ്ജനം നടത്തുക, ശിവന് ജലധാരയും മൃത്യുഞ്ജാർച്ചനയും നടത്തുക. പിന്നെ ചൊവ്വ എന്നുള്ള രീതിയിൽ അതിന്റെ അധിപൻ എന്ന് പറയുന്ന 4ാം ഭാവാധിപത്യം സ്ത്രീ രാശിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഭദ്രാളിക്ക് വഴിപാട് ചെയ്യുക. മുരുകനും കൂടി എന്തെങ്കിലും വഴിപാട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ദോഷങ്ങൾക്ക് ഒരു അറുതി വരുത്താം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഒരു ശാന്തത ആ രാശിക്കാർക്കുണ്ടാവും. മേടൻ രാശിയെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മേടൻ രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക, കാലി ഈ നക്ഷത്രക്കാരെ കുറിച്ച് അവരുടെ ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടാകുന്ന ഫലങ്ങളാണ് നമ്മൾ പൊതുവായ ഫലങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്ന ആ വഴിപാടുകളും മറ്റ് പ്രാർത്ഥനകളും ചെയ്യുക, ആ ദോഷശാന്തി വരുത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ ഇടവൻ രാശിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയും. കാർത്തിക, മുക്കാലി, രോഹിണി, മകയിരത്തിന്റെ പകുതി നക്ഷത്രങ്ങൾ അടങ്ങിയ ഇടവക്കൂറ്. ആ ഇടവക്കൂറിന്റെ അധിപൻ എന്ന് പറഞ്ഞ ശുക്രനാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായി വരട്ടെ. ആയുഷ്മാൻ ഭവ.